സാർ അതുപോലെ ഈ നമ്മുടെ യുവാക്കൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവരത് തുറന്നു പറയാൻ സഭാ പാസ്റ്ററെ അടുത്ത് അടുക്കുമ്പോൾ പാസ്റ്റർ പറയാറുണ്ട് പോലെ അത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കാറാണ് പതിവ്. ശരിയാണ്. അത് എല്ലാ പ്രശ്നങ്ങളും പൈശാചിക പോരാട്ടമല്ല, എല്ലാം പിശാച് കൊണ്ടിടുന്നതാണെന്നൊരു ചിന്തയുണ്ട്. അപ്പം ഈ വരുന്ന സംസാരിക്കുന്ന ചെറുപ്പക്കാരനോട് അല്ലെങ്കിൽ യുവതിയോട് അതിന്റെ റെമഡി പറഞ്ഞു കൊടുക്കാൻ, അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ, പരിഹാരം പറഞ്ഞു കൊടുക്കാനെ കൊണ്ട് ഈ പാസ്റ്റേഴ്സിന് കഴിയുന്നില്ല. അതെങ്ങനെയാണ് അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്തു കൊടുക്കാൻ പറ്റും? നമ്മൾ നേരത്തെ തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ട്രെയിൻഡ് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ കൂടെ നമുക്ക് കൗൺസിൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? അതിന് ട്രെയിനിങ് വേണമെന്ന് വലിയ നിർബന്ധമില്ല. എല്ലാവർക്കും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാവണമെന്നില്ല. ഞാൻ പറയുന്നത് ഈ പാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്കൊരു കൗൺസിലിങ്ങിന് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സെങ്കിലും ചെയ്താൽ ഏറ്റവും നന്നായിരിക്കും. അത് നിർബന്ധമാക്കണം. ഈ മുമ്പേ പറഞ്ഞതുകൊണ്ട് എല്ലാം പിശാചാണെന്ന് പറയാൻ പിന്നെ ആരും ആ ഏറിയയിലോട്ട് പോകത്തില്ല. പിശാച നമുക്ക് പ്രാർത്ഥിച്ചു കൈയടിച്ചാൽ അത് മാറും എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ ഇടയിലുള്ളത്. അങ്ങനെ കൈയടിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളല്ല ഇതൊന്നും. ഇതൊരു ഒരു കുട്ടിയുടെ മനസ്സിൽ മൂലമായിരിക്കുന്ന വിഷയമാണ്. അവളുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന ഒരു വിഷയമാണ്. മെന്റലി ഷീസ് ഡിസ്റ്റോർട്ടഡ് ഓർ മെന്റലി ഷീസ് നോട്ട് ഇൻ എ ഓക്കെ മൂഡ്. നമ്മുടെ സഭകളിലൊക്കെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട്. അവര് പാട്ടൊക്കെ പാടുന്നുണ്ടായിരിക്കാം, അവിടെ ഉണ്ട്, ശരീരം കൊണ്ടേ ഉള്ളു അവിടെ. മെന്റലി ദേ ആർ നോട്ട് ദെയർ ബിക്കോസ് അവർക്ക് മാനസികമായിട്ട് ഈ പരിപാടികളോടൊന്നും അവർക്ക് പെട്ടുപോകാൻ പറ്റില്ല. താല്പര്യമില്ലെന്നുള്ളതല്ല, താല്പര്യപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല. അവിടെ ഒരു മാനസികാവസ്ഥ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഈ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് ആവശ്യമാണ്, അല്ലെ? നമ്മൾ സ്പിരിച്വൽ ആരോഗ്യത്തെ പറ്റി, ആത്മീക ആരോഗ്യത്തെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അതിന് നമ്മൾ വരപ്രാപ്തരെയൊക്കെ വിളിച്ച് എല്ലാ കുട്ടികളെയും ആത്മാവിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി, ശാരീരിക ആരോഗ്യത്തെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ കൃത്യമായി നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരമൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇമോഷണൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കുട്ടിയുടെ വൈകാരിക വളർച്ച, കുട്ടിയുടെ മാനസിക വളർച്ചയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാറില്ല. നമ്മുടെ കുട്ടികള് ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ആങ്സൈറ്റി ഉള്ള കുട്ടികളുണ്ട്, ആരെങ്കിലും ഒക്കെ ദുരുപയോഗം ചെയ്ത കുട്ടികളുണ്ട്, ചെയ്യാൻ ശ്രമിച്ചവരുണ്ട്. ചില നോട്ടങ്ങൾ കൊണ്ടുപോലും മാനസികമായി തകർന്നു പോയ കുട്ടികളുണ്ട്. പിന്നെ നമ്മുടെ ചില ആളുകൾ തന്നെ, ഞാൻ ഇന്നവരെന്നൊന്നും പറയുന്നില്ല, ഈ കൊച്ചു പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയ നമ്മുടെ ആളുകളുണ്ട്. പക്ഷെ അവരോട് അവരുടെ അടുക്കൽ ചെന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ അടുക്കൽ ചെന്നിട്ട് പിന്നെ ഇതാണ് കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അവിടെ ഇവർ രണ്ടുപേരും അപ്പനും അമ്മയും ഉണ്ടാകും, ആണും പെണ്ണും ഉണ്ടാകും, അവരെ കൂടുമ്പോഴാണ് കുടുംബജീവിതം ഉണ്ടാകും. ഇതൊന്നും അല്ല, ഇതിനേക്കാളും കുറച്ചുകൂടി ഇതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ കേൾക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പിയർ ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്യും. അവരുടെ പിയർ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാൾ പറയും നമുക്കത് വിട്ടേക്കാം, നമുക്ക് നമ്മുടെ വഴി. അപ്പൊ അവര് തന്നെ അതിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒഴിവാക്കാൻ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. എന്നാല് ഈ ഒരു കുട്ടിയോട് നമ്മൾ പേഴ്സണലി അങ്ങനെ സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആ മനസ്സിൽ എപ്പോഴും ആ ഒരു ട്രോമ, ആ ഒരു ക്ഷതം മനസ്സിൽ അങ്ങനെ കിടക്കും. അത് ഓപ്പൺ അപ്പ് ചെയ്യാത്തിടത്തോളം കാലം ആ കുട്ടിയുടെ മരണം വരെ അവളുടെ കുടുംബജീവിതത്തെയും അവളുടെ സാമൂഹിക ജീവിതത്തെയും അവളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അതെന്ത് ചെയ്യാറുണ്ട്? കാര്യമായിട്ടത് ബാധിക്കാറുണ്ട്. ഞാനിതിനകത്ത് ഒരു സൊല്യൂഷൻ പറയുന്നത്, നമ്മുടെ ഇടയിൽ തന്നെ ക്രിസ്ത്യൻ കൗൺസിലേഴ്സ്, പെന്തക്കോസ്റ്റൽ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം നന്നായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഓരോ സഭകൾക്കും എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഒരു നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ നമുക്കൊരു 10 കൗൺസിലേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 10 കൗൺസിലേഴ്സിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നബാധിത ഇടങ്ങളിലേക്ക് അവരെ സമയബന്ധിതമായിട്ട് അയക്കാനും, അപ്പൊ ചെല്ലുന്ന ഇടത്ത് ഏത് സ്ഥലത്താണോ പ്രശ്നം ആ ചർച്ച് അവർക്ക് വേണ്ടുന്ന റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് അവിടെയുള്ള പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് പറ്റും. പക്ഷെ ഈ ഉപദേശിമാർ ഇതിനെ അനുവദിക്കുകയല്ല. ഉപദേശിമാർ അനുവദിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് പോകുന്ന ഇവർക്ക് ഇഷ്ടമല്ല. ഞാൻ പ്രാർത്ഥിച്ചത് മാറിയാൽ മതി. പ്രാർത്ഥിച്ചാൽ മാറാത്ത പ്രശ്നങ്ങളുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിക്ക് ഏറ്റ മാനസിക ക്ഷതം, അത് പ്രാർത്ഥിച്ചാൽ മാറില്ല. ആ കുട്ടി ആ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യണം, ഓപ്പൺ അപ്പ് ചെയ്യാതെ, മറ്റൊരാളോട് തുറന്നു പറയാതെ ആ പ്രശ്നത്തിന്റെ വേര് കൃത്യമായി ആ കൗൺസിലറിന് മനസ്സിലായി ആ കൗൺസിലർ അതിന് പരിഹാരം കൊടുക്കുമ്പോൾ മാത്രമേ ആ പെൺകുട്ടി അല്ലെ ആൺകുട്ടി എന്താവുന്നുള്ളൂ, സ്വതന്ത്രമായി പുറത്തേക്ക് ആ കുട്ടി വരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ സഭകളിലൊക്കെ ഉള്ള പ്രശ്നം സംശയങ്ങൾ ചോദിക്കാൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്ന, അല്ല ഒരാൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അയാൾ മറ്റേ ചെറുക്കൻ മറ്റവന്റെ കൂട്ടാന്ന് പറയും, അവന്റെ വല്യപ്പന് ഇതുപോലെ ആരെന്ന് പറയും. സ്റ്റിഗ്മാറ്റൈസ് ചെയ്യുക അല്ലെ. പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് അല്ലെ, അതിന് ഇന്ന തിയറി ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, ബൈബിൾ ഇങ്ങനെ പറയുന്നല്ലോ എന്നും പറഞ്ഞൊരു ചോദ്യമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം ആ പയ്യനെ എന്ത് ചെയ്യാം, ഡിസ്കറേജ് ചെയ്യുക. എവിടെയെങ്കിലും ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ശരിയല്ലോ കേട്ടോ, നീ പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് പാടില്ല, ഇവിടെ ഇങ്ങനെ ആരും ചോദിക്കാറില്ല. ബൈബിൾ എന്ത് പറയുന്നു അത് അനുസരിക്കുക, കേൾക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കറേജ് ചെയ്യുക. അപ്പൊ ചർച്ച് ശരിക്കും നമ്മുടെ സഭയിൽ നിന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും പുറത്തേക്ക് മറ്റൊരിടത്തേക്ക് മറ്റൊരു നേച്ചിൽ പുറത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യം നമ്മൾ സുരക്ഷിതമായി വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചർച്ചുകൾ മുൻകൈ എടുക്കണം. ഏത് വിധേനയും നമ്മുടെ കുട്ടികളെ മെന്റലി നമ്മൾ എന്ത് ചെയ്യണം, ബോൾഡ് ആക്കി കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ചർച്ചിന് ഉണ്ട്. അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളുകളെ പിന്മാറ്റക്കാരെന്ന ലിസ്റ്റിൽ എന്ത് ചെയ്യും, പെടുത്തും. ബാക്ക്സ്ലിഡൻ ആണ്, അല്ലെങ്കിൽ നോട്ട് സ്പിരിച്വൽ ഇനഫ്, ആത്മീയമായിട്ട് അത്രയും വളർന്നിട്ടില്ല, പിന്മാറ്റത്തിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ആ ഒരു പേടി ഈ കുട്ടികൾക്കുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഈ കാര്യങ്ങളൊന്നും പൊതുവിൽ എക്സ്പ്രസ് ചെയ്യാറില്ല. പ്രിയമുള്ളവരെ, മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് അല്ല. ഞങ്ങളൊരു പൊതുവായിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. നമ്മുടെ സഭകളിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ആങ്സൈറ്റി പോലെയുള്ള, ഡിപ്രഷൻ പോലെയുള്ള എന്തെങ്കിലും മാനസികമായ ക്ഷതമേറ്റിട്ടുള്ള, ട്രോമയൊക്കെ അനുഭവിക്കുന്ന, ദുരുപയോഗം ചെയ്യപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ സഭകളിലുണ്ട്. അവരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ സഭയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ കുട്ടികളെ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയും.